ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 26-ാം ഞായർ നമ്മൾ ശിഷ്യത്വത്തിൻ്റെ പാഠങ്ങൾ പഠിച്ച് മുന്നേറുകയാണ്. ഒരു ക്രിസ്തു ശിഷ്യൻ പാപത്തെ വിട്ടുപേക്ഷിച്ച് പുണ്യത്തിൽ പുരോഗമിക്കേണ്ട ആളാണ്. നമ്മുടെ കുർബാന തുടങ്ങുമ്പോൾ തുടക്കത്തിലെ തന്നെ അനുതാപകർമ്മമുണ്ട്. അനുതാപകർമ്മത്തിൽ നമ്മൾ എല്ലാവരും ഏറ്റുചൊല്ലുന്നത് ഇങ്ങനെയാണ്: സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. ഇവയിൽ സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് വിചാരത്താലുള്ള പാപം, വാക്കാലുള്ള പാപം, പ്രവൃത്തിയാലുള്ള പാപം ഇങ്ങനെയാണ്. എന്നാൽ പലപ്പോഴും രൂപത്തിൽ നമ്മൾ പരിഗണിക്കാത്തത് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വരാത്തത് ഉപേക്ഷയാലുള്ള പാപമാണ്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ വരുന്ന പാപത്തെയാണ് ഉപേക്ഷയാലുള്ള പാപം എന്ന് പറയുന്നത്. നമ്മൾ ചെല്ലേണ്ട പ്രാർത്ഥനകൾ, കുർബാനയിൽ നമ്മൾ പങ്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകത, കുമ്പസാരിക്കേണ്ടതിൻ്റെ ആവശ്യകത, അതൊക്കെ കൂട്ടായ്മയിൽ പങ്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകത, മറ്റുള്ളവരെ ശുശ്രൂഷിക്കേണ്ടത് ആവശ്യകത, അതൊക്കെ പ്രിയപ്പെട്ടവരെ. എന്നാൽ പലപ്പോഴും നമ്മൾ വിട്ടുകളയുന്ന ഒരു കാര്യം, അല്ലെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഉപേക്ഷയാലുള്ള പാപം. രൂപത്തിൽ അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഉപേക്ഷയാലുള്ള പാപം, അതായത് മറ്റുള്ളവരെ പരിഗണിക്കുക, അവരെ സഹായിക്കുക, അവരെ ആദരിക്കുക, അവരെ സ്നേഹിക്കുക, അവരുമായി പങ്കുവയ്ക്കുക, ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുക, അവശത അനുഭവിക്കുന്നവരെ നമ്മൾ ഉദ്ധരിക്കുക. അങ്ങനെ ചെയ്യാതിരുന്ന ധനികനായ മനുഷ്യൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. അതിന് സമാനമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ആമോസ് പ്രവാചകൻ്റെ ആ വാക്കുകളിലൂടെ നമ്മൾ കേട്ടത്. അവിടെ അതായത് മനുഷ്യർ അവരുടെ സുഖഭോഗങ്ങളിൽ ഇങ്ങനെ മുഴുകുമ്പോൾ ജോസഫിൻ്റെ നാശം അവർ കാണാതെ പോയി എന്നുള്ള ആ വാക്കാണ് നമ്മൾ ഒന്നാമത്തെ വായനയിൽ വായിച്ചു കേട്ടത്. അവിടെ ജോസഫ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വിധത്തിൽ ഇസ്രയേൽ രാജ്യത്തെയാണ്, പാവപ്പെട്ടവരെക്കുറിച്ചാണ്. വേണ്ടതില്ലാതെ വിഷമിക്കുന്ന മനുഷ്യർ, അവഗണിക്കപ്പെട്ട മനുഷ്യർ, അടിമകളായി കഴിയുന്ന മനുഷ്യർ, അവരുടെ കാര്യം ഗവനിക്കാതെ സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധയൂന്നി എനിക്ക് സുഖിക്കണം, എനിക്ക് വേണം, എനിക്ക് നേടണം എന്നുള്ള ആ ചിന്തയിൽ സ്വാർത്ഥതയോടെ അഹങ്കാരത്തോടെ സുഖലോലുപതയിൽ കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവം പറയാണ്, നിങ്ങളായിരിക്കും ആദ്യം അടിമത്തത്തിലേക്ക് പോവുക എന്ന്. ഇസ്രയേൽ ജനം അസിറിയക്കാർക്ക് അടിമകളായി പോകുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ഈ ആമോസ് പ്രവാചകൻ അവരോട് നടത്തിയ പ്രവചനങ്ങളാണ് നമ്മൾ ആ ആമോസ് പ്രവചന പുസ്തകത്തിൽ വായിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി ദൈവത്തിൻ്റെ കാര്യം ഗവനിച്ചില്ല, മറ്റുള്ളവരിൽ ദൈവത്തെ കാണാൻ ശ്രദ്ധ വച്ചില്ല, മറ്റുള്ളവരുടെ ഇല്ലായ്മയെ മനസ്സിലാക്കി അവരെ സഹായിക്കാൻ നിങ്ങൾ മുതിർന്നില്ല, നിങ്ങൾക്കുള്ളത് പങ്കുവയ്ക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അതിനാൽ നിങ്ങൾ ഒരു വിധത്തിൽ തിരസ്കരിക്കപ്പെടുകയാണ്. അതാണ് ദൈവം പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ സുവിശേഷത്തിലും സുവിശേഷത്തിലെ ധനികനായ മനുഷ്യൻ ഗംഭീരമായ വസ്ത്രധാരണം, ഗംഭീരമായ ഭക്ഷണം, സുഖങ്ങളിൽ മുഴുകിയുള്ള ജീവിതം, അവൻ്റെ പടിവാതിൽക്കൽ ഒരു ലാസർ കിടപ്പുണ്ട് എന്നുള്ള കാര്യം പുള്ളി ശ്രദ്ധിച്ചതേയില്ല. അവനെ ആട്ടി ഓടിച്ചില്ല, പക്ഷെ അവനെ ഗവനിച്ചില്ല. മറ്റുള്ളവരെ ഗവനിക്കാതിരിക്കുന്നതാണ് ഉപേക്ഷയാലുള്ള പാപങ്ങളിൽ ഏറ്റവും വലുത്. മറ്റുള്ളവൻ്റെ വിഷമത തിരിച്ചറിയാതെ, അവന് ഒരു വിധത്തിൽ ഒരു ശ്രദ്ധയും കൊടുക്കാതെ, അവനൊരു പരിഗണനയും കൊടുക്കാതെ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതാണ് ഉപേക്ഷയാലുള്ള പാപങ്ങളിൽ ഏറ്റവും വലുത്.
നമ്മളൊക്കെ ദൈവത്തിൻ്റെ ഛായയിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാ. അതുകൊണ്ട് തന്നെ ദൈവത്തെ അനുകരിച്ച് ജീവിക്കേണ്ടവരാ. ആ ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഇന്നത്തെ സങ്കീർത്തനം വെളിവാക്കുന്നത്. പാവങ്ങളെ ഉദ്ധരിക്കുന്ന ദൈവം, അവശരോടും ആലംബക്കാരോടും കരുണ കാണിക്കുന്ന ദൈവം, കരുണയാൽ നിറഞ്ഞു ജീവിക്കുന്ന ജീവിതം. ആ ദൈവത്തെ അനുകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കേണ്ടവരാണ് നമ്മൾ. അങ്ങനെ ജീവിക്കണമെന്ന് തൻ്റെ ശിഷ്യനായ തിമോത്തിയെ പൗലോസ് അപ്പോസ്തലൻ ഉപദേശിക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടത്. നീതി, സത്യം, സ്നേഹം, കരുണ, ക്ഷമ, സമാധാനം എല്ലാം നീ ജീവിതത്തിൽ പുലർത്തണം എന്നുള്ള ഉപദേശമാണ് അവിടെ കിട്ടുക പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നൊരു ബോധത്തോടെ യു നീഡ് ടു ബി ട്രൂ ടു യുവർ സെൽഫ്. നീ എന്താണോ അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റണം. ഞാൻ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ ദൈവത്തെപ്പോലെ ദൈവത്തെ അനുകരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവസ്നേഹത്തിൽ ഞാൻ ജീവിക്കണം. ദൈവസ്നേഹം പകർന്ന് ദൈവത്തിൻ്റെ കരുണ മറ്റുള്ളവർക്ക് അനുഭൂതിമാക്കി ദൈവത്തിൻ്റെ പ്രതിനിധിയായി ദൈവത്തിന് സാക്ഷ്യം വഹിച്ച് ഞാൻ ജീവിക്കണം. ഈശോയുമായിട്ടുള്ള ബന്ധം അതുതന്നെയല്ലേ? ഈശോയാണ് നമ്മുടെ ദൈവം. ആ ഈശോയെ അനുകരിച്ച് ജീവിക്കുവാനുള്ള വലിയ ആഹ്വാനമാണ് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ വായനകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്നാമത്തേത്, നമ്മൾ കാണുന്നുണ്ട് ഈ ധനവാന് പേരില്ല. കർത്താവ് പല ഉപമകളും പറഞ്ഞിട്ടുണ്ട്. ഒരു ഉപമയിൽ പോലും ആരുടെയും പേര് പ്രത്യേകം പറയുന്നില്ല. നല്ല സമരിയക്കാരൻ, അല്ലെങ്കിൽ മൂത്ത മകൻ, ഇളയ മകൻ, അപ്പൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരാൾക്ക് മാത്രം പേരിട്ടതായി നമ്മൾ കാണുക. അത് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട ഉപമയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 2 ഉപമകളാണുള്ളത്. രണ്ടും ആരംഭിക്കുന്നത് ധനവാൻ എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു കേട്ടത് ധനവാൻ്റെ കാര്യസ്ഥനെക്കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടത്. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ലാസറിനെ അവഗണിക്കുന്ന ധനവാനെക്കുറിച്ചാണ്. നമ്മൾ സാധാരണയായിട്ട് ചിലയിടത്തൊക്കെ നമ്മൾ പറയും ദീവസ് എന്നാണ് അവൻ്റെ പേരെന്ന്. കൃത്യം പറഞ്ഞാൽ ദീവസ് എന്ന് പറഞ്ഞാൽ പണക്കാരൻ എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. ലത്തീൻ വാക്കാണത്. നേരെ മറിച്ച് ലാസർ എന്ന് പറഞ്ഞാലോ ദൈവസഹായം എന്നാണ് അർത്ഥം. ദൈവസഹായം, ദൈവത്തിൻ്റെ സഹായം കിട്ടുന്നവൻ, ദൈവത്തിൻ്റെ സഹായത്തിൽ ആശ്രയിക്കുന്നവൻ, അതാണ് ലാസർ. ഈശോയുടെ കൂട്ടുകാരനായ ലാസർ മരിച്ച കാര്യമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പം നമ്മൾ അനന്തരമുള്ള ജീവിതത്തെ മറന്ന് നമ്മൾ ഈ ലോകത്തിൽ ലാസറുമായി ബന്ധമില്ലാതെ ജീവിച്ചാൽ മറുലോകത്ത് ചെല്ലുമ്പോൾ ലാസർ ഒരു തുള്ളി വെള്ളവുമായി തൻ്റെ അടുത്തേക്ക് വരണമെന്ന് ആശിക്കുമ്പോൾ അത് സാധിക്കാതെ വരുമോ? ഗർത്തമുണ്ടാവുക. ആ ഗർത്തത്തെ ഈ ലോകത്ത് വെച്ച് തന്നെ നമുക്ക് മാറ്റാൻ പറ്റണം, കരുണയിലൂടെ. ഈ ലോകത്ത് വെച്ച് ഈ ധനവാൻ തൻ്റെ കരം ലാസറിന് നേരെ നീട്ടിയിരുന്നുവെങ്കിൽ, അവനെ സ്പർശിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ, അവനെ സ്നേഹിക്കാനും സഹായിക്കാനും ശുശ്രൂഷിക്കുവാനും തയ്യാറായിരുന്നുവെങ്കിൽ അവൻ നരകത്തിൽ പോകുമായിരുന്നില്ല. അവന് പണമുള്ളത് കൊണ്ടല്ല നരകത്തിൽ പോയത്. പിന്നെയോ ആ പണം ദൈവമഹത്വത്തിനും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനുമായി വിനിയോഗിക്കുവാൻ അവൻ മറന്നുപോയി. അതുകൊണ്ടാണ് തൻ്റെ പണം ധൂർത്തടിക്കുവാൻ അവൻ ശ്രദ്ധിച്ചു. തനിക്ക് വേണ്ടി മാത്രമാണ് പണം എന്നുള്ള രീതിയിൽ സ്വാർത്ഥതയോടെ ജീവിച്ചു. അതാണ് അവൻ്റെ പാപം. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്നേഹം പുലർത്തണം. സ്നേഹത്തിൻ്റെ കണ്ണ് നമുക്ക് വേണം. ദൈവത്തിൻ്റെ കണ്ണിലേക്ക് നോക്കി നമ്മെ കണ്ടെത്തണം. ദൈവത്തിൻ്റെ കണ്ണോടെ എല്ലാവരെയും എല്ലാറ്റിനെയും നമ്മൾ നോക്കിക്കാണണം. ഈ ധനവാന് ഈ ലാസറിനെ കാണാൻ സാധിക്കാത്തവണ്ണം അവൻ്റെ കണ്ണ് മൂടപ്പെട്ടു പോയി. നമ്മൾ സ്നേഹത്തോടെ ഏവരെയും നോക്കണമെന്നും എല്ലാവരിലും ദൈവത്തെ കാണണമെന്നും എല്ലാവരുടെയും ആവശ്യങ്ങളും അവശ്യകതകളും തിരിച്ചറിഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടിയാണ്, എനിക്കുള്ളത് അവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാനുള്ളതാണ് എന്ന ബോധത്തോടെ ജീവിക്കുവാനും എനിക്ക് സാധിക്കുമ്പോഴാണ് ഞാൻ ശിഷ്യത്വത്തിൽ ക്രിസ്തു ശിഷ്യനായിട്ട് വളരുക. പ്രിയപ്പെട്ടവരെ, അതുപോലെ കേൾക്കണം, ദീനരോധനം നമ്മൾ കേൾക്കണം. നമ്മൾ ഈ മോശയെ ദൈവം വിളിക്കുമ്പോൾ
മോശയെ ദൈവം വിളിക്കുമ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ജനത്തിൻ്റെ രോദനം ഞാൻ കേട്ടു, അവരുടെ കഷ്ടപ്പാടുകൾ ഞാൻ കണ്ടു, അവരെ വിമോചിപ്പിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ് എന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കണം. ദൈവത്തെ ശ്രവിക്കണം, മറ്റുള്ളവരെ ശ്രവിക്കണം. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മൂന്നാമതായിട്ട് നമ്മുടെ സാന്നിധ്യം വേണം. നമുക്ക് മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കാൻ നമുക്ക് സാധിക്കണം. ഞാനിങ്ങനെ അരമനയിലിരിക്കുക, അവനോ അവിടെ തെരുവിൽ അല്ലെങ്കിൽ ഗേറ്റിങ്ങിലിരിക്കുക, ആ അവസ്ഥയല്ല വേണ്ടത്. നമ്മളെല്ലാവരും ഒരേ ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മൾ ഒരേ കൂട്ടായ്മയിൽ ജീവിക്കേണ്ടവരാണ് എന്ന ശ്രദ്ധയോടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. നാലാമതായിട്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്പർശിക്കണം. സ്നേഹത്തോടെ കരുണയുടെ സ്പർശനമേകണം. അതാണ് മറ്റുള്ളവരെ സുഖപ്പെടുത്തുക, മറ്റുള്ളവർക്ക് ഒരു വിധത്തിൽ അന്തസ്സേവുക. എന്നിട്ടോ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കരുണ നിറച്ച് കരുണയോടെ പെരുമാറാൻ ശ്രദ്ധിക്കണം, സ്നേഹിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ രീതിയിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അനുകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി നമുക്ക് കരുണയോടെ ജീവിക്കാൻ തയ്യാറാവുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഗേറ്റിങ്ങിൽ കിടക്കുന്ന ലാസറിനെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ടാവുക. നമ്മുടെ സുഖലോലുപതയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജോസഫിൻ്റെ നാശത്തെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാവുക. ഈ ലോകത്തുള്ള എല്ലാവരും രക്ഷപ്പെടണം, അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. കാരണം എല്ലാവരും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളെന്ന രീതിയിൽ ദൈവത്തെ അനുകരിച്ച് ദൈവത്തിൻ്റെ സ്നേഹം പകർന്ന് പ്രിയപ്പെട്ടവരെ കരുണയോടെ ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. അതിനുവേണ്ട കൃപ ദൈവം നമുക്കെല്ലാം ഏകുമാറാകട്ടെ.